ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭീസ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കഡമ ശില്പമാണ്. കൊക്കഡമ ശില്പം എന്ന് വെച്ചാൽ ഒരു ജപ്പനീസ് ടെക്നോളജിയാണ്. ഇത് ജപ്പാനിൽ അവരുടെ പൂന്തോട്ടങ്ങളൊക്കെ അലങ്കരിക്കാൻ വെക്കുന്ന ഒരു രീതിയാണ്. പുരാതന കാലം മുതൽ അവർ വെക്കുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ കൊക്കഡമ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പാൽ പന്തുകളാണ്. കളിമണ്ണ് കൊണ്ട് ബോൾ ഷേപ്പിൽ വൃത്താകൃതിയാൽ ആക്കിയെടുത്ത് അതിന് മുകളിൽ പാൽ ചുറ്റുന്ന രീതിയാണിത്. ചുറ്റിയെടുത്ത് അതിനുള്ളിൽ ഒരു മനോഹരമായ പൂവ് വെക്കുന്ന രീതിയാണ്. ജപ്പാനിൽ അവരുടെ പൂന്തോട്ടങ്ങളിലൊക്കെ മനോഹരമാക്കാൻ അലങ്കരിക്കാനാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൊക്കഡമ ശില്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കൊക്കഡമ ശില്പം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് പച്ചപ്പായലാണ്. കുറച്ച് പായൽ ഒക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചകിരിച്ചോറ് ഉണ്ടാക്കണം. ഇതിന് മിക്സ് ചെയ്യാനാണ് ചകിരിച്ചോറ്. നമ്മളെ വൃത്താകൃതിയിലുള്ള ഇത് ഉണ്ടാക്കാനാണ് ചകിരിച്ചോറ്. അപ്പോൾ ചകിരിച്ചോറ് ഉണ്ടാക്കണം. ചകിരിച്ചോറും പിന്നെ ഉണക്കച്ചാണകവും പിന്നെ മേൽമണ്ണും ഒരേ അളവിലെടുക്കുക. ഉണക്കച്ചാണകത്തിന് പകരം വെണ്ണീരെടുത്താൽ മതി. പിന്നെ കുറച്ച് വെള്ളവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായി നമുക്ക് ചട്ടിയിൽ എടുത്ത് അതിൽ തന്നെ മേൽമണ്ണ് ഇട്ട് കൊടുക്കാം. പിന്നെ ചകിരിച്ചോറ്, പിന്നെ വെണ്ണീര്. ഞാൻ വെണ്ണീരാണ് എടുത്തിരിക്കുന്നത്, ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വൃത്താകൃതിയിലാക്കിയെടുക്കണം. വൃത്താകൃതിയിൽ ഒരു പന്ത് ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വൃത്താകൃതിയിൽ ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം, ഇത് സെറ്റാകാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ചെടി വെക്കണം. അതിനായി നമുക്ക് ഇത് ഉപയോഗിച്ച് നടുവിലൂടെ ഒന്ന് ചെറുതായി ഒന്ന് കീറാം. നമ്മളിത് ഇത്ര വലുപ്പത്തിൽ തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെടി ഇതിനുള്ളിൽ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടി ഇതിന് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലുള്ള ഒരു നൈസ് തുണി വെച്ച് ചുറ്റി കൊടുക്കണം. ആ വൃത്തം സെറ്റാക്കാനാണ് നമ്മൾ തുണി ചുറ്റുന്നത്. അപ്പോൾ തുണി കയറി നമുക്ക് വൃത്തം ഈ പന്ത് ചുറ്റിയെടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ മുഴുവനായി
തുണി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ച നൂല് ഉപയോഗിച്ച് ഇതിന് മുകളിലൂടെ ചുറ്റിയെടുക്കാം. ഇത് ടൈറ്റായി നിൽക്കാനാണ് നമ്മൾ ഈ നൂല് ചുറ്റുന്നത്. ഇങ്ങനെ മുഴുവനായും ഈ തുണിയുടെ മുകളിലൂടെ നൂല് ചുറ്റിയെടുക്കണം. നമുക്ക് ഇതിന് മുകളിൽ പായൽ വെച്ച് പിടിപ്പിക്കണം. ഇതേപോലെ പായൽ കൊണ്ട് ഇത് മുഴുവനായും കവർ ചെയ്തെടുക്കുക. പായൽ വെച്ച് പിടിപ്പിക്കുന്നതിന് മുകളിലൂടെ നമ്മൾ നൂൽ ചുറ്റി എടുത്തു കൊടുത്താൽ പായൽ നന്നായി അവിടെ നിൽക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊക്കഡാമയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ചെറിയ പച്ചപ്പില്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് നൂല് ചുറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊക്കഡാമയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊക്കഡാമ ശില്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നനയ്ക്കേണ്ടത്. ഇത് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബക്കറ്റിൽ വെള്ളമെടുത്ത് മുക്കി കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു തവണ നനച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അഭീസ് ടെക് എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അഭിനന്ദ് സൈനിങ് ഔട്ട്.